ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികാമ്മയാണ് കാണിക്കുന്നത്. രാധികാമ്മ ഉറക്ക ഗുളിയൊക്കെ കഴിച്ച് വായിൽ സോപ്പ് പതയൊക്കെ തേച്ച് ഇങ്ങനെ കിടക്കുക. ഈ സമയം വരുൺ അങ്ങോട്ട് വരികയാണ്. വരുൺ വന്നിട്ട് അയ്യോ അമ്മയുടെ വായിലുള്ള സോപ്പ് പതയൊക്കെ വറ്റിപ്പോയല്ലോ. ഗോവിന്ദേട്ടൻ വരുമ്പോൾ നല്ല ഒറിജിനാലിറ്റി അറിയണം, അതുകൊണ്ട് ഇത്തിരിയും കൂടെ സോപ്പ് പത തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ബാത്റൂമിനകത്ത് പോയി സോപ്പ് നന്നായിട്ട് പതപ്പിച്ചിങ്ങ് എടുത്തോണ്ട് വരിക. എന്നിട്ട് പതുക്കെ രാധികാമ്മയുടെ കിറിയിലൊക്കെ തേച്ച് വയ്ക്കുക. ഈ സമയമാണ് രേഖ വഴി വന്നത്. രേഖ ഇടയിൽ നിന്നും അത് കാണുക. ഓഹോ, ഗോവിന്ദേട്ടൻ വരുമ്പോഴേക്കും രാധികാമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടിയാണ് അമ്മയുടെ മോൻ്റെയും. ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് രേഖ അയ്യോ വരുണേട്ടാ രാധികാമ്മയ്ക്ക് എന്താ പറ്റിയേ എന്നും ചോദിക്കുക. ഒന്നും പറയണ്ട രേഖ, അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈശ്വര, എന്നാൽ പെട്ടെന്ന് തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, ആംബുലൻസ് വിളിക്കട്ടെ? ഏയ് വേണ്ട, ഗോവിന്ദേട്ടനല്ലാതെ വേറെ ആരും തുടരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ. ദൈവമേ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഗോവിന്ദേട്ടൻ വരട്ടെ, എന്നിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അയ്യോ വരുണേട്ടാ, അതിന് ഗോവിന്ദേട്ടൻ നാളെ വരൂ. നാളെ വരുള്ളൂന്നോ? അതെ, നാളെ വരൂ. അത് നിന്നോടാരാ പറഞ്ഞേ? ഗീതു വിളിച്ചപ്പോൾ പറഞ്ഞതാ. ദേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഗോവിന്ദേട്ടൻ നാളെ വരുമ്പോഴേക്കും അമ്മയെ ഇങ്ങനെ തന്നെ കിടത്തിയ രാധികാമ്മ തട്ടിപ്പോവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മയുടെ മുഖത്ത് വെള്ളം തളിക്കുകയും എഴുന്നേപ്പിച്ച് വിട് വരണേട്ടാ. അത് കേട്ടതും വരുൺ എന്നാ ഇനി അമ്മ ഇങ്ങനെ കിടക്കുന്നതിൽ അർത്ഥമില്ല എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന സോപ്പുകൾ അങ്ങനെ രാധികാമ്മയുടെ മുഖത്തെ കൊഴിക്കുക വരുൺ. അയ്യോ എൻ്റെ കണ്ണ്, ഷോ എന്ത് പണിയാണ് നീ കാണിച്ച എൻ്റെ കണ്ണ്, നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വരുണനെ കുറേ തല്ലി രാധിക. അപ്പോഴേക്ക് വരുൺ ജീവനും കൊണ്ടോടി. ഈ സമയം രാധിക ഓടിപ്പോയി മുഖം കഴുകിയിട്ട് വരിക. ഗോവിന്ദ് ഇതുവരെ വന്നില്ലേ മോളെ? ഇല്ലമ്മേ, ഗോവിന്ദേട്ടൻ നാളെ വരുള്ളൂ എന്നാ ഗീത് വിളിച്ചപ്പോൾ പറഞ്ഞത്. നിന്റെ ഭർത്താവിനുള്ളതേ ഞാൻ നാളെ കൊടുത്തോളാത് അവനോട് ചെന്ന് പറഞ്ഞേരെ. ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയും അങ്ങ് പോയി. ഈ സമയം രാധിക ഇത്രയും നേരം പ്ലാൻ ഇട്ടതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ. എങ്ങനെയെങ്കിലും ഗോവിന്ദൻ്റെ മനസ്സ് കീഴ്പ്പെടുത്താമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക അവിടെ പോയി കിടക്കുക. ഈ സമയം പിന്നീട് രേഖയാണ് കാണിക്കുന്നത്. രേഖ മുറിയിലെത്തിയപ്പോൾ കണ്ണെല്ലാം ചുവന്ന് കലങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കുക വരുണിൻ്റെ. അപ്പോൾ രേഖ അങ്ങ് അടുത്തേക്ക് ചെന്നു. എന്താ വരുണേട്ട ഇത്? ഇനിയെങ്കിലും എല്ലാ സത്യവും ഗോവിന്ദേട്ടനോട് തുറന്നു പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചൂടെ? അങ്ങനെയെങ്കിൽ ഗോവിന്ദേട്ട ക്ഷമിക്കില്ലേ? അത് കേട്ടതും വരുൺ അതെ രേഖ, ഞാനും ഇനി എല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഇനി എനിക്ക് അങ്ങോട്ട് എല്ലാം സഹിക്കാൻ പറ്റുന്നില്ല രേഖ. മനസ്സിന് ഒരുപാട് വിഷമമുണ്ട്. എന്തെന്നില്ലാത്ത വിഷമം. എനിക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ചിലവരൊക്കെ അവകാശം പിടിച്ച് വരുമ്പോൾ ഞാനും അമ്മയൊക്കെ പുറത്തു പോകേണ്ടി വരില്ലെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ. വരുണേട്ട, രാധികാമ്മ പറയുന്ന എല്ലാത്തിനും വരുണേട്ട കൂടെ തുള്ളുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. രാധികാമ്മയുടെ ക്രൂരതയ്ക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത് വരുണേട്ട. എല്ലാ സത്യങ്ങളും ഗോവിന്ദേട്ടനോട് തുറന്നു പറഞ്ഞാൽ ക്ഷമിക്കാനുള്ള മനസ്സ് ഗോവിന്ദേട്ടനുണ്ട്. ആ മനുഷ്യനെ എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ രേഖ പറയുക. അത് കേട്ടതും അതെ രേഖ, അത് ശരിയാ, എല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് ഗോവിന്ദേട്ടനുണ്ട്. എന്നാൽ ഓരോന്ന് ചെയ്ത് ഗോവിന്ദേട്ടനെ വേദനിപ്പിച്ചത് ഞാനും അമ്മയും കൂടെ ചേർന്ന. ഇനി അമ്മയുടെ കൂടെ ഞാൻ എങ്ങനെ നിന്നാൽ ശരിയാവില്ല രേഖ. എനിക്ക് അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഗോവിന്ദേട്ടനായിരിക്കണം എനിക്കെല്ലാം. സ്നേഹിക്കാനുള്ള മനസ്സുള്ള ആ പാവം മനുഷ്യൻ നമുക്ക് വേണ്ടി എന്തും ചെയ്യും അന്നൊക്കെ പറയാം. അത് കേട്ടത് രേഖ ഈശ്വര, വരുണേട്ടന് കുറ്റബോധം തോന്നി തുടങ്ങി. ഇതാണ് പറ്റിയ അവസരം. വരുണേട്ട, ഇനിയും രാധികാമ്മയുടെ വാക്കുകൾ കേട്ട് നിൽക്കാതെ വരുണേട്ടൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. ഇനിയിപ്പോൾ ഗോവിന്ദേട്ടൻ്റെ പെറ്റമ്മയാണ് വിജയലക്ഷ്മി അമ്മ. ആ വിജയലക്ഷ്മി അമ്മയോട് ഗോവിന്ദേട്ടന് വെറുപ്പാണെങ്കിലും ആ വെറുപ്പൊക്കെ ഗീതു ഈസി ആയിട്ട് മാറ്റിയെടുക്കും. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാനും വരുണേട്ടനും അമ്മയൊക്കെ ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകേണ്ടി വരും. നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കണം. അതിന് ഗോവിന്ദേട്ടൻ നമ്മളെ സ്നേഹിക്കണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഗോവിന്ദേട്ടനോട് എല്ലാ തെറ്റും എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ എല്ലാം ചെയ്യും എന്നൊക്കെ പറയണം. അത് കേട്ടതും അതേ രേഖ, ഞാനും ഇനി അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അമ്മ കൈകൊട്ടുന്ന പാവയായിരിക്കില്ല ഞാൻ. എനിക്കും എൻ്റേതായ ചില തീരുമാനങ്ങൾ എടുക്കണം. ഇനിയിപ്പോൾ നിനക്ക് പേടിക്കേണ്ട. ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും നിനക്കിവിടെ നിലനിൽക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഗോവിന്ദേട്ടൻ കാണുന്നത് സ്വന്തം അനിയത്തിയായിട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ നിനക്കിവിടെ നിന്ന് എവിടെയും പോകേണ്ടി വരില്ല. അത് കേട്ടതും എൻ്റെ അനിയത്തിയുടെ സ്ഥാനം
എനിക്ക് അനിയത്തിയുടെ സ്ഥാനം ഗോവിന്ദേട്ടൻ തന്നത് വരുണേട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ വരുണേട്ട. വരുണേട്ടനോടുള്ള സ്നേഹം കൊണ്ടാ എന്നെ സ്വന്തം അനിയത്തിയെ പോലെ ഗോവിന്ദേട്ടൻ സ്നേഹിക്കുന്നത്. അല്ലാതെ രാധികാമ്മ പറയുന്നത് പോലെ വരുണേട്ടനോട് അമ്മയ്ക്ക് ഗോവിന്ദേട്ടന് സ്നേഹക്കുറവൊന്നുമില്ല. വരുണേട്ടൻ ആത്മാർത്ഥമായിട്ട് നിന്ന ഗോവിന്ദേട്ടനും ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കും. അത് കേട്ടതും അതേ രേഖ, ഞാനിനി അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഒന്നുകൊണ്ടും ഞാൻ ആരെയും വിഷമിപ്പിക്കില്ല. എല്ലാം മനസ്സിലാവുന്നുണ്ട്, എന്താണ് തെറ്റ് എന്താണ് ശരിയെന്ന് എല്ലാം. അത് കേട്ടതും രേഖയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ രേഖ? എന്താ? വിജയലക്ഷ്മി അമ്മ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനും എൻ്റെ അമ്മയും ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. അമ്മ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയെ ഗോവിന്ദേട്ടൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. അമ്മ ഇറങ്ങിയാൽ ഒപ്പം എനിക്കും ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഞാനും അമ്മയും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നീ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമോ? അത് കേട്ടതും എന്താ വരുണേട്ട ഇത്? ഞാനും ഉണ്ടാവും കൂടെ. വരുണേട്ടൻ ഇവിടെ ഇല്ലാതെ എനിക്കിവിടെ എന്താ കാര്യം? എൻ്റെ വരുണേട്ടനെയാണ് എനിക്ക് വേണ്ടത്. ഇതുപോലൊരു മനസ്സിനെയാണ് എനിക്ക് വേണ്ടത്. ഈ മനസ്സ് മാറാൻ കാത്തിരുന്നതാണ് ഞാൻ. ഈ മനസ്സ് മാറുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് വരുണേട്ട ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ഈ വരുണേട്ടൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ ഗോവിന്ദേട്ടനും വരുണേട്ടൻ്റെ മനസ്സ് മനസ്സിലാക്കും. നല്ല മനസ്സാണ് വരുണേട്ടൻ്റെ. എല്ലാം കൊണ്ടും എൻ്റെ വരുണേട്ടൻ സ്നേഹമുള്ളവനാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതിനുവേണ്ടി ഗോവിന്ദേട്ടനോട് എല്ലാം തുറന്നു പറയണം വരുണേട്ട. അതെ, ഞാൻ തീരുമാനിച്ചു രേഖ, ഞാൻ തീരുമാനിച്ചു. ഇപ്പം തന്നെ എല്ലാം വിളിച്ചു പറയാൻ പോവാ എന്നും പറഞ്ഞ് വരുൺ ഫോണെടുത്ത് നമ്പർ കുത്തുക. അപ്പോഴേക്ക് രേഖ തടഞ്ഞു. വേണ്ട വരുണേട്ടാ, ഇപ്പം വിളിക്കണ്ട, നാളെ ആവട്ടെ. നാളെ നേരം വെളുത്ത് ഗോവിന്ദേട്ടൻ വരുമല്ലോ, അപ്പോൾ നേരിട്ട് പറയാം. നേരിട്ട് സംസാരിക്കുമ്പോൾ വരുണേട്ടൻ്റെ ആത്മാർത്ഥത ഗോവിന്ദേട്ടൻ മനസ്സിലാക്കും. അത് കേട്ടതും നമ്മുടെ രേഖ ഇങ്ങനെ വരുൺ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുക. എൻ്റെ കണ്ണ് നിറഞ്ഞത് സന്തോഷം കൊണ്ടാണ്. എന്നാൽ വരുണേട്ടൻ എന്തിനാ കരയുന്നേ? കുറ്റബോധം കൊണ്ടാണ് രേഖ. ഇത്രയും നാളും നിന്നെ ഒരുപാട് വേദനിച്ചു. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഗോവിന്ദേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കരയുന്നേ. നിന്നെയും ചതിച്ച് ഗോവിന്ദേട്ടനെയും ചതിച്ച് എല്ലാവരെയും ചതിച്ചു. ഞാനും എൻ്റെ അമ്മയും കൂടെ ചേർന്ന് എല്ലാം ഏറ്റുപറയണം. എല്ലാം ഏറ്റുപറഞ്ഞ് എനിക്ക് നല്ല സമാധാനത്തോടെ ജീവിക്കണം. അത് കേട്ടതും മതി, സന്തോഷമായി വരുണേട്ട. എൻ്റെ വരുണേട്ടൻ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ വരുണേട്ടൻ മാറി, ഒരുപാട് മാറി എന്നും പറയാ. അപ്പോൾ രേഖയെ കെട്ടിപ്പിടിച്ച് വരുൺ ഇങ്ങനെ നിൽക്കുക. പക്ഷേ വരുണിൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ഈ സമയം രേഖയെ സന്തോഷത്തോടെ കരയുകയാണ്. വരുണിനെ കെട്ടിപ്പിടിച്ച് തനിക്കിനി എന്നും തൻ്റെ വരുണേട്ടനുണ്ടാവുമെന്നൊക്കെ സന്തോഷത്തോടെ ആലോചിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഈ സമയം വരുൺ നമ്മുടെ രേഖയെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുത്ത് ചേർത്ത് പിടിച്ച് ഭയങ്കര സങ്കടത്തോടെ പൊട്ടി കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തതും ഗോവിന്ദനും ഗീതുവും കൂടെ അങ്ങോട്ട് വരിക. അതെ ഗീതു, ഞാനിപ്പോൾ എല്ലാം മറന്ന് മനസ്സ് ഫ്രീ ആയിട്ട് വന്നിരിക്കുക. ഇവിടെ വന്ന് വിജയലക്ഷ്മിയുടെ പേര് പറഞ്ഞ് എൻ്റെ സ്വഭാവം മാറും. ഇല്ല കണ്ണേട്ടാ, ഞാൻ ഒന്നും പറയില്ല. കണ്ണേട്ടൻ ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞ് ഗീതു അങ്ങ് വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും എന്നെ എടുക്ക അയ്യപ്പെടണ 500 രൂപ. അത് കേട്ടതും ഒന്ന് പോടാ, ഞാനല്ലേ ബെറ്റിന് ജയിച്ചത്, അപ്പം എനിക്ക് 500 രൂപ വേണം. അത് കേട്ടതും നിങ്ങൾ എന്ത് ബെറ്റാ വെച്ചത് എന്നും ഗോവിന്ദ് ചോദിക്കുക. ഗോവിന്ദ് സാറേ, ഞാൻ പറഞ്ഞു ഗോവിന്ദ് സാർ വരുമ്പോൾ ഗോവിന്ദ് സാറിൻ്റെ അമ്മ കൂടെ ഉണ്ടാവില്ലെന്ന്. പക്ഷെ അയ്യപ്പണ്ണൻ പറഞ്ഞു ഗോവിന്ദ് സാറിൻ്റെ അമ്മ വിജയലക്ഷ്മി കൂടെ വരുമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ കൂടെ അമ്മയില്ലല്ലോ, അപ്പം ഞാനല്ലേ ജയിച്ചത്, എനിക്ക് 500 രൂപ വേണ്ടേ. അത് കേട്ടതും ഗോവിന്ദന് കലി കയറി ഗീതുവിനെ അങ്ങ് തുറിച്ചു നോക്കുക. അപ്പം ഗീതു, സത്യമായിട്ടും ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗോവിന്ദേട്ടാ, ഞാൻ അറിയാതെ ഇവർ പറയുന്നു. ഞാൻ പോണു, എനിക്കിവിടെ ഒരു സമാധാനമില്ല, ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് പോകാനൊരു കണ്ണേട്ട പോകല്ലേ കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീത തടയുക. എന്തായാലും എനിക്കിവിടെ നിന്ന കലി കയറും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് മുകളിലേക്ക് പോയി. എടാ, നിന്നെ ഞാനിന്ന് ശരിയാക്കും, അല്ലെങ്കിൽ തന്നെ കുഞ്ഞ് കലിപ്പിലാണ് വന്നത്, അതിനിടയിൽ അവനെല്ലാം കുളവാക്കി എന്നും പറഞ്ഞ് അയ്യപ്പണ്ണൻ നമ്മുടെ ഷിബുവിൻ്റെ മുഖത്തിട്ട് കൊടുക്കുക. ഗീതുമോളെ, എന്നെ രക്ഷിക്കുക ഗീതുമോളെ എന്നും ഷിബു. അയ്യപ്പണ്ണ, എൻ്റെയും കൂടെ വക ചേർത്ത് 2 ഇടിയും കൂടെ കൂടുതൽ കൊടുക്കുക അയ്യപ്പണ്ണ. എന്നാ കൊടുത്തു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ ഇടിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ സമയം അകത്ത് ചെന്നപ്പോൾ പ്രിയയാണെങ്കിൽ കുഞ്ഞാവെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. വാവേ, എന്താടാ ചക്കരേ മോനെ, അമ്മയെ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ പ്രിയയുടെ അടുത്ത് നിന്നിരുന്നു. മാധു എന്താ പറയുന്നേ മോനെ, എന്താ പറയുന്നേ എന്നൊക്കെ ചോദിക്കുക. അയ്യോ മാമ, കുഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല, കുഞ്ഞൊന്നും പറയാനായിട്ടുമില്ല. എന്തായാലും മാമാൻ്റെ ചോദ്യം കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന. അപ്പോഴേക്കും ഗീതും വരിക.
ഗീതുച്ചി എന്തായി കാര്യങ്ങൾ എന്നും പ്രിയയുടെ ചോദ്യം. അത് കേട്ടതും ഗീതു ഡൺ എന്നും ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അത് കാണുക. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ആക്ഷൻ കാണിച്ച് കളിയാക്കുവാണോ ആംഗ്യ ഭാഷയിൽ? അത് കേട്ടതും അയ്യോ ഇല്ല, സത്യമായിട്ടും കണ്ണേട്ടനെ കളിയാക്കിയതല്ല. എങ്കിൽ പറ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ സംസാരിച്ചത്? അത് ഒന്നുമില്ല കണ്ണേട്ടാ, ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യമാണ്. അത് സീക്രട്ട്, ആരോടും പറയാൻ പാടില്ല. ഓഹോ, ഇത്രയ്ക്കായി എന്നെ മനഃപൂർവ്വം നിങ്ങൾ കളിയാക്കുവാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തായാലും എല്ലാം മനസ്സിലായി, ഞാൻ പോവുക എന്നും പറഞ്ഞു ഗോവിന്ദ്. അത് കേട്ടത് കണ്ണേട്ടനെ കളിയാക്കിയതല്ല, അതെ ഞാൻ ഇനിയും ഗോഷ്ടി കാണിക്കും എന്നും പറഞ്ഞ് ഗീതു മുഖം കൊണ്ട് കുറേ കോപ്രായങ്ങൾ കാണിക്കുക. അപ്പോൾ നമ്മുടെ കാഞ്ചന നല്ലായിരിക്കും ഗീതു പാപ്പാ, എനിക്കിഷ്ടമായി. അതെ മാമ, എൻ്റെ അന്ത മാമി പാട്ടുകാരി മാമിയുമായിട്ട് മാമൻ വരുമെന്ന് ഞാൻ കരുതിയത്. എന്തായാലും പാട്ടുകാരി മാമി നല്ലവരാ മാമ എന്നൊക്കെ കാഞ്ചന പറയുക. ഓ കാഞ്ചനക്ക, നിങ്ങളെ ഞാൻ കൊല്ലും, അവരുടെ പേര് പറയില്ല എന്നല്ലേ കണ്ണേട്ടൻ പറയുന്നേ? ഓ അപ്പടിയാ, എന്നാ പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന മിണ്ടാതെ നിൽക്കുക. ഈ സമയം നമ്മുടെ ഗീതു വന്ന കണ്ണേട്ടാ, വന്ന് ഫ്രഷ് ആകും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മുകളിലേക്ക് പോവുക. ഈ സമയം രേഖയും വരുണിനെയും വലിച്ചുകൊണ്ട് വരിക. ഗോവിന്ദേട്ടൻ വന്നു, എല്ലാ കാര്യങ്ങളും പറ. രേഖ പിന്നെ പറയാം, ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞ് വരുണും പറയുന്നുണ്ട്. പക്ഷേ എല്ലാം ഗോവിന്ദനോട് ഇപ്പം തന്നെ തുറന്നു പറയണമെന്നുള്ള നിലപാടിലാണ് രേഖ. ഈ സമയം വരുൺ വന്നതും എന്തുപറ്റി രേഖ, നിങ്ങളും എന്നെ കളിയാക്കി ചിരിക്കുവാണല്ലേ? ഞാൻ പോകുന്നു. അയ്യോ കണ്ണേട്ടൻ നിൽക്ക്, അവർ കണ്ണേട്ടനെ കളിയാക്കി ചിരിച്ചൊന്നുമല്ല, അവിടെ നിൽക്ക് എന്നും പറഞ്ഞ ഗീതു. ഗോവിന്ദേട്ടൻ, ഞങ്ങൾ ഗോവിന്ദേട്ടനെ നോക്കി കളിയാക്കി ചിരിച്ചൊന്നുമല്ല, വരുണേട്ടന് ഗോവിന്ദേട്ടനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. എന്താണ് നിനക്ക് പറയാനുള്ളത്? അത് രാധികാമ്മയെക്കുറിച്ചാ. രാധികാമ്മയെക്കുറിച്ചോ? എന്ത്? അത് പിന്നെ ഇന്നലെ എന്താ, ഇന്നലെ രാത്രി നീ എന്തിനാ വരുൺ മടിക്കുന്നേ? എല്ലാം തുറന്നു പറ എന്നും രാധിക. അത് കേട്ടതും വരുൺ ഞെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ രാധികയെ കണ്ടതും വരുൺ അവിടെ വിഷയം മാറ്റുക. അത് അമ്മ ഇന്നലെ ഉറക്കഗുളിക കഴിച്ചു. അപ്പോൾ നമ്മുടെ രാധിക അത് പിന്നെ ഉറക്കം കിട്ടാതായപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി എടുത്ത് കഴിച്ചതാ മോനെ എന്നും രാധിക പറയുക. ഈ സമയം വരുൺ ഞാൻ പേടിച്ചു പോയി ഗോവിന്ദേട്ടാ. ഓ ഒരുപാട് കഴിച്ചു രാധിക അമ്മേ എന്നും ഗീതു. ഇല്ല, ഒരു 4-5 എണ്ണം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, രാധിക അമ്മ മൊത്തം ഉറക്കഗുളികയും കഴിച്ച് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങ്. ഇല്ലെങ്കിൽ ഇവിടെ ഉറക്കമില്ലാത്തവർക്കൊക്കെ ഓരോന്ന് കൊടുക്കുകയും ചെയ്യും. എല്ലാവരും അങ്ങ് സുഖമായിട്ട് ഉറങ്ങട്ടെ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് എന്നും പറയുക. ഈ സമയം ഗോവിന്ദ് ദേഷ്യപ്പെട്ടങ്ങ് പോയി. അപ്പോൾ വരുണേട്ടൻ ഇത് പറയാനല്ലല്ലോ വന്നത്. അതെ, അത് നമുക്ക് പിന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ നേരെ മുറിയിലേക്ക് പോയി. അപ്പോൾ രേഖയും പിന്നാലെ പോയതിനു ശേഷം അവിടെ ദേഷ്യപ്പെട്ടിരിക്കുന്ന വരുണിൻ്റെ അടുത്തേക്ക് രേഖ ചെന്നു. എന്ത് പണിയാ വരുണേട്ട കാണിച്ചത്? എല്ലാ സത്യങ്ങളും തുറന്നു പറയാനുള്ളൊരു അവസരമായിരുന്നില്ലേ ഇത്? ഇതെന്തിനാ വരുണേട്ടൻ ഇല്ലാതാക്കിയത്? അത് നമുക്ക് പിന്നെ പറയാം രേഖ, ഇപ്പോഴേ എനിക്ക് വേറെ മൂഡാ, നല്ല റൊമാൻസ് മൂഡ്, ഇവിടെ വന്നിരിക്കും എന്നും പറഞ്ഞ് രേഖയെ വിളിച്ച് അടുത്തിരുത്തുക. അത് കേട്ടത് മാറി നിൽക്കാം, അങ്ങോട്ട് തൊട്ടു പോകരുത് തന്നെ. എല്ലാം ഗോവിന്ദേട്ടനോട് തുറന്നു പറഞ്ഞ് ഗോവിന്ദേട്ടൻ വരുണേട്ടനോട് ക്ഷമിച്ചാൽ മാത്രമേ എനിക്ക് വരുണേട്ടനോടൊപ്പം ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. അത് കേട്ടതും നമ്മുടെ വരുൺ രേഖയെ തുറച്ചു നോക്കുക. വാ വരുണേട്ടാ, മോറടി എന്നും പറഞ്ഞുകൊണ്ട് വരുൺ രേഖയുടെ കൈ തട്ടി മാറ്റുക. അപ്പോൾ രേഖ ഞെട്ടിപ്പോയി. വരുണേട്ടാ എന്താ ഇത്? എന്താ പെട്ടെന്നൊരു മാറ്റം? അത് കേട്ടതും വരുൺ എല്ലാവരും പറയുന്നത് കേട്ട് എൻ്റെ അമ്മയെ തള്ളിപ്പറയാൻ ഞാൻ ഗോവിന്ദ് മാധവനല്ല, മനസ്സിലായല്ലോ? എൻ്റെ പെറ്റമ്മയെ ഞാൻ തള്ളിപ്പറയണോ അല്ലേ? ഒരിക്കലും ഇല്ലടി. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് വിചാരിച്ച് സന്തോഷിക്കണ്ട. എന്നെയും എൻ്റെ അമ്മയെയും ഇവിടുന്ന് പുറത്താക്കാൻ നിനക്ക് ധൃതിയായി, അതുകൊണ്ടല്ലേ നീ എല്ലാം തുറന്നു പറയണമെന്ന് പറയുന്നേ. എന്നാൽ ഈ ജന്മത്തത് നടക്കില്ലടി. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ അമ്മയെ ഞാൻ തള്ളിപ്പറയില്ല എന്നും വരുണേട്ടാ, നിങ്ങൾ ഇന്നലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചതിക്കുമായിരുന്നു അല്ലേ? സ്നേഹം അഭിനയിക്കുമായിരുന്നു അല്ലേ? അതേടി, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ മുന്നിലൂടെ മുല്ലപ്പൂ ചൂടിയും സെൻ്റടിച്ചും സാരി ഉടുത്തും ഒക്കെ നീ എന്നെ മയക്കാൻ ശ്രമിക്കുന്നു. നിൻ്റെ സൗന്ദര്യത്തിൽ വീണു പോകുമെന്ന് കരുതി നീ ചെയ്ത ഓരോ പ്രവൃത്തിയും എനിക്ക് അങ്ങോട്ട് മനസ്സിൽ കൊണ്ടു. അതുകൊണ്ട് നിന്നെ അങ്ങോട്ട് എടുക്കണമെന്ന് ഞാൻ കരുതിയടി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വളരെ തന്ത്രപൂർവ്വം നിൻ്റെ ശരീരം ഞാൻ വീണ്ടും സ്വന്തമാക്കിയത്. ഇപ്പം മനസ്സിലായല്ലോ? ഒരു ആണ് വിചാരിച്ച പെണ്ണിനെ എങ്ങനെ വേണമെങ്കിലും വീഴ്ത്താം. ചോക്ലേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നീയേ വലിയ ആളൊന്നും ആവണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. വരുണേട്ടാ, ഇത് ഞാൻ ക്ഷമിക്കില്ല.
ഒന്ന് പോടി, നിന്റെ ക്ഷമ ആർക്ക് വേണം? നീ എന്നും എൻ്റെ കാലിൻ്റെ കീഴിൽ കിടക്കും. അതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇനി എന്തായാലും നിനക്ക് ഒരു രക്ഷയുമില്ല. നിന്റെ അഹങ്കാരം അങ്ങോട്ട് അവസാനിച്ചില്ലേ? നിന്റെ ശരീരത്തിൽ എന്നെ ഒന്ന് തൊടാൻ പോലും വിടില്ല എന്നുള്ള നിന്റെ അഹങ്കാരം രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ നിന്നെ തൊട്ടു. ഇനി നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് വരുണങ്ങ് പോയി. ചങ്ക് തകർന്ന് ഹൃദയം പൊട്ടി രേഖ പൊട്ടിക്കരയുക. അതിനിടയിൽ രേഖയുടെ മനസ്സിൽ പ്രതികാരവും കൂടി വന്നു. അവസാന ചാൻസാ, രക്ഷപ്പെടാനുള്ള അവസാന ചാൻസാ വരുണേട്ടാ നിങ്ങൾ ഇല്ലാതാക്കിയത്. എന്തായാലും ഇനി നിങ്ങളെ വെറുതെ വിടില്ല ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.